ടെൻത്ത് സ്റ്റാൻഡേർഡ് 6th ചാപ്റ്റർ മാറുന്ന ഭൂമി. അന്തർജന്യ ചലനങ്ങളെ മന്ദചലനങ്ങളെന്നും ദ്രുതചലനങ്ങളെന്നും രണ്ടാക്കി. മന്ദചലനങ്ങൾക്ക് എക്സാമ്പിളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ, പർവ്വത രൂപീകരണ പ്രക്രിയ. ഇനി ദ്രുതചലനത്തിനുള്ള എക്സാമ്പിളാണ് ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ. ഭൂവൽക്ക ഭാഗങ്ങളെ ചലിപ്പിക്കുവാനോ ഉയർത്തുവാനോ അല്ലെങ്കിൽ ഭൂവൽക്ക ഭാഗങ്ങളെ നിർമ്മിക്കുവാനോ കഴിയുന്ന അന്തർജന്യ പ്രക്രിയകളെ മന്ദചലനങ്ങൾ എന്ന് പറയുന്നു. ഒരു വിശാല ഭൂവൽക്ക ഭാഗം ഉയർന്നു വരുന്നതിന് കാരണമാകുന്ന പ്രക്രിയകളാണ് ഭൂഖണ്ഡ രൂപീകരണ പ്രക്രിയകൾ. ഇവ ഭൗമോപരിതലത്തിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് മാത്രമേ കാരണമാകുന്നുള്ളൂ. എന്നാൽ പർവ്വത രൂപീകരണ ചലനങ്ങൾ ഭൂവൽക്കത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പർവ്വതങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ചലനങ്ങളാണ് പർവ്വത രൂപീകരണ ചലനങ്ങൾ. ഇനി എന്താണ് ഖണ്ഡപർവ്വതങ്ങൾ, എന്താണ് ഭ്രംശതാഴ്വര? ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായി ഒരു ഭൂവൽക്ക ഭാഗം ഉയർത്തപ്പെട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങൾ ഖണ്ഡപർവ്വതങ്ങൾ. ഭ്രംശനം എന്ന പ്രക്രിയയുടെ ഫലമായി രൂപപ്പെടുന്ന താഴ്വരകൾ ഭ്രംശതാഴ്വരകൾ. എന്താണ് അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ? മാഗ്മയുടെ രൂപീകരണം മാഗ്മയുടെയും മറ്റ് അഗ്നിപർവ്വത വസ്തുക്കളുടെയും ഭൗമോപരിതലത്തിലേക്കുള്ള ചലനം, ശിലാമണ്ഡലത്തിലെ സുഷിരങ്ങളിലൂടെയും വിള്ളലുകളിലൂടെയുമുള്ള അവയുടെ പുറന്തള്ളൽ, തൽഫലമായുണ്ടാകുന്ന സ്ഫോടനം, ലാവാപ്രവാഹം, മാഗ്മയുടെ ഘനീകരണം, വിവിധ ആഗ്നേയ ഭൂരൂപങ്ങളുടെ രൂപീകരണം തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളെയും പൊതുവായി അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുടെ ഫലമായി ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വിവിധ നിർമ്മിതികൾ രൂപപ്പെടുത്തുന്നു. ഇവയാണ് അഗ്നിപർവ്വതങ്ങൾ. വലുപ്പത്തിലും ആകൃതിയിലും ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ സ്വഭാവത്തെയും അവ ഭൗമോപരിതലത്തിൽ രൂപപ്പെടുത്തുന്ന നിർമ്മിതികളുടെയും അടിസ്ഥാനത്തിൽ അഗ്നിപർവ്വതങ്ങളെ ഷീൽഡ് അഗ്നിപർവ്വതം, കോമ്പോസിറ്റ് അഗ്നിപർവ്വതം, കാൽഡറ എന്നിങ്ങനെ തിരിക്കാം. ഭൗമോപരിതലത്തിൽ ലാവ പരന്നൊഴുകി